നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ആമയിഴഞ്ചാൻ തോടിനെ കുറിച്ചാണ്. ഓപ്പറേഷൻ അനന്തയുടെ കാലത്തെ ദൃശ്യങ്ങൾ JCB കടന്നുപോകുന്ന ആമയിഴഞ്ചാൻ തോട് കണ്ടല്ലോ. ആ കനാലിന് താഴെക്കൂടെയൊക്കെ സുഖമായി പോകുമായിരുന്നു. ഇന്ന് ഒരാൾക്ക് നൂഴ്ന്നു കടക്കാൻ പോലും പ്രയാസമാണ്. ആമയിഴഞ്ചാൻ തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം മാലിന്യക്കൂരയ്ക്കുള്ളിൽ മുങ്ങിപ്പോയതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസത്തെ ജോയിക്ക് സംഭവിച്ച ദുരന്തം. തലസ്ഥാന നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയ്ക്കും ഒന്നും ചെയ്യാനായില്ല. ബജറ്റിൽ ഉൾപ്പെടെ കോടികൾ അനുവദിച്ചിട്ടും തോടിന്റെ അവസ്ഥയിൽ മാത്രം കാര്യമായ മാറ്റം ഉണ്ടായില്ല. ആമയിഴഞ്ചാൻ തോടിൽ എക്കാലവും പൊളിപ്പിച്ച മാലിന്യ കൂമ്പാരത്തിന് മുകളിലാണ് തിരുവനന്തപുരം നഗരം. വീടുകളിൽ നിന്നുള്ള മാലിന്യം മുതൽ കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും കക്കൂസ് മാലിന്യവും വരെ തോട്ടിലടിയുന്നുണ്ട്. അധികൃതർക്ക് ഇതെല്ലാം അറിയാം, പലപ്പോഴും കണ്ണടയ്ക്കുന്നു എന്ന് മാത്രം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ അനന്ത നിലച്ചത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിലായിരുന്നു തൈക്കാട് നിന്നടക്കം നീർച്ചാലുകൾ കൊണ്ടുവന്ന് ആമയിഴഞ്ചാൻ തോട്ടിൽ ചേർത്ത് വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാവുന്ന നീക്കം. തോടിന്റെ തമ്പാനൂർ മുതൽ ബേക്കറി ജംഗ്ഷൻ വരെയുള്ള ഭാഗം സ്ലാബിട്ട് അടയ്ക്കാനും തീരുമാനിച്ചിരുന്നു. വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു. അതോടെ തുടങ്ങിവെച്ചതെല്ലാം പഴയപടിയായി. ആമയിഴഞ്ചാൻ തോടിൽ മണ്ണും ചെളിയും നിറഞ്ഞു, ഒപ്പം മാലിന്യങ്ങളും. അത് കൂമ്പാരമായി. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയിഴഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി. ആമയിഴഞ്ചാൻ തോട് നവീകരണത്തിന് 25 കോടി രൂപയാണ് അനുവദിച്ചത്. 2022-2023 ബജറ്റിൽ 12 കോടി രൂപയും അനുവദിച്ചിരുന്നു. കണ്ണമ്മൂല മുതൽ നെല്ലിക്കുഴി വരെയുള്ള തോട് വൃത്തിയാക്കി ആഴം കൂട്ടുന്നതിനായിരുന്നു 25 കോടി. മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടും പ്രവർത്തനങ്ങൾ പൂർത്തിയായില്ല. എത്ര തവണ വൃത്തിയാക്കിയാലും ദിവസങ്ങൾക്കകം മാലിന്യം ഒഴുകിയെത്തും. കോടികൾ തോടിലൂടെ ഒഴുകിയതല്ലാതെ ഒന്നും മാറിയില്ല. അതിനുകൂടിയുള്ള പരിഹാരം കൂടിയാണ് ആമയിഴഞ്ചാൻ തോടിൽ വേണ്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.